അല്ല, നമ്മുടെ ദേവസ്വങ്ങളിൽ, ഇന്ത്യയിലെ എല്ലാ ദേവസ്വങ്ങളിലും നൂറ്റാണ്ടുകളായോ അല്ലെങ്കിൽ അതിൽ ഏറെ കാലമായോ ചില പ്രത്യേക തരത്തിലുള്ള ജാതീയമായ മേധാവിത്വമാണ് നിലനിന്നിട്ടുള്ളത്. അത് നമ്മൾ ചാതുർവർണ്ണ്യമെന്നാണ് പറഞ്ഞത്. അത് പൂജാകർമ്മങ്ങൾ നിർവഹിക്കാനുള്ള അവകാശം ബ്രാഹ്മണന്, പിന്നെ അതിന് താഴെയുള്ള മറ്റേ മാലകെട്ടല്, മറ്റേത് മറിച്ചത്, ഇതൊക്കെ വേറെ ചിലർക്ക്. പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ടവരോ പട്ടികവർഗമോ അതിനകത്ത് യാതൊരു പങ്കാളിത്തം അനുവദിച്ചിരുന്നില്ല. ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം ചാതുർവർണ്ണ വ്യവസ്ഥ ഇപ്പം ഇല്ല. വ്യവസ്ഥ ഭരണഘടനാപരമായി ഇല്ലെങ്കിൽ പ്രയോഗത്തിൽ നടപ്പിലാക്കുന്ന ചില കേന്ദ്രങ്ങളായി ചില ദേവസ്വങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ 2006 വിഎസ് ഗവൺമെൻറ് വരുമ്പോൾ ഞാൻ ദേവസ്വം മിനിസ്റ്ററായിരുന്നു. ദേവസ്വം നിയമം തന്നെ ഞാൻ സമ്പൂർണ്ണമായിട്ട് മാറ്റി എഴുതി, പുതിയ നിയമം പാസ്സാക്കി നിയമസഭയിൽ. ദേവസ്വം ബോർഡിൽ തന്നെ ആദ്യമായി ഒരു പട്ടികവർഗക്കാരനെ നിയമിച്ചു, ഒരു സ്ത്രീയെയും നിയമിച്ചു. 50 വയസ്സ് ആയിരിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് 50 വയസ്സ് താഴെയുള്ളവർക്ക് ശബരിമല കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് 50 വയസ്സെന്ന് നിയമത്തിൽ പറഞ്ഞത്. ദീർഘകാലമായി ആരും പാസ്സാക്കാതിരുന്നതും എല്ലാവരും പാസ്സാക്കണമെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന മലബാർ ദേവസ്വം നിയമവും ഞാൻ പാസ്സാക്കി. മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നു. അതിൽ ഒരു SCയും ഒരു STയും ഉണ്ടായിരുന്നു ബോർഡിനകത്ത്. 2 പേരുണ്ട്. അവിടെ ST ഉണ്ട്. 2 സ്ത്രീകളും. 9-ൽ 2 സ്ത്രീകൾ, ഒരു SC, ഒരു ST. ഇങ്ങനെ എല്ലാവരുടെ പരിഷ്കാരങ്ങൾ വരുത്തി. അപ്പോൾ പട്ടികവർഗത്തെ അടക്കം ക്ഷേത്ര ഭരണത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. ആ ക്ഷേത്ര ഭരണം നടത്തുന്ന ദേവസ്വം ബോർഡാണല്ലോ തന്ത്രിമാരെയും പൂജാരിമാരെയും എല്ലാം നിയന്ത്രിക്കുന്നത്. പിന്നെ ഗുരുവായൂരിൽ പണ്ട് പി കൃഷ്ണപിള്ള മണിയടിച്ചതിന് പി കൃഷ്ണപിള്ളയെ അടിച്ച സംഭവമൊക്കെ ഉണ്ടല്ലോ. പി കൃഷ്ണപിള്ള അതിനെ നല്ല നായർ മണിയടിക്കും, ചെറുതൊക്കെ നായർ പുറത്തിരിക്കുമെന്നാണ് മറുപടിയും കൊടുത്തതൊക്കെ പ്രശസ്തമാണ്. അവിടെ സ്ത്രീകൾക്ക് ചുരിദാറിട്ടുകൊണ്ട് കയറണമെന്ന് പറഞ്ഞൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ടു. അത് ഞാൻ ഉത്തരവിലൂടെ നടപ്പിലാക്കി. അതിന് എല്ലാവരും സ്വാഗതം ചെയ്തു. അതിപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുക. അങ്ങനെ പല മാറ്റങ്ങളും വരുത്തി. ദേവസ്വങ്ങളിലൊക്കെ പല മാറ്റങ്ങളും വരുത്തി. അതൊരു ജനകീയമാക്കാൻ തീരുമാനിച്ചു. സ്ത്രീകളുടെ പങ്കാളിത്തം ദേവസ്വം ബോർഡിൽ തന്നെ ഉറപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് അന്ന് നിയമം പാസ്സാക്കിയത്. അന്നും ചില തന്ത്രിമാരും മിനിസ്റ്ററായി ഞാനും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു. പരസ്യമായിരുന്നു തർക്കം. അത് വലിയ വാർത്തകളൊക്കെ സൃഷ്ടിച്ച കാര്യങ്ങളാണ്. ഗായകൻ യേശുദാസന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറണം എന്നാണ് ആഗ്രഹം, പണ്ടേ ഉള്ളതാണ്. പക്ഷെ കയറ്റിയിരുന്നില്ല. അദ്ദേഹത്തിന് ഗുരുവായിട്ടുള്ള മറ്റേ വലിയ ഭാഗവതരുണ്ടല്ലോ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, അദ്ദേഹത്തെ കൂട്ടി അമ്പലത്തിനകത്ത് കയറാൻ വേണ്ടി ചെന്നു. ശിഷ്യനെയും കൂട്ടി. അദ്ദേഹത്തിന് സംഗീതത്തിന് ജാതി ബോധമൊന്നുമില്ല, സമ്മതിച്ചില്ല. ഉടനെ ഭാഗവതർ ചെയ്തതിൻ്റെ വെടിയിൽ ഒരാലിൻ്റെ ചുവട്ടിലിരുന്ന് ഇയാളുമായിട്ട് യേശുദാസുമായിട്ട് ഗാനമേള നടത്തി. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൂടെയുണ്ട്. സാമൂഹിക പുരോഗതിക്കും പരിഷ്കരണത്തിനും സാമൂഹിക നവോത്ഥാനത്തിനുമൊക്കെയുള്ള നിലപാടുകളിലൂടെയാണ് ക്ഷേത്രം എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തത്. അങ്ങനെയാണല്ലോ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ രാജവാഴ്ചക്കാലത്ത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ വന്ന് അതിന് ശേഷമാണല്ലോ. എങ്കിൽ പോലും പലയിടത്തും എല്ലാ ഹിന്ദുക്കളെയും കയറ്റിയിരുന്നില്ല. അതിനെല്ലാം സമൂലമായൊരു മാറ്റം 2006 നിയമം വഴി പിന്നെയും വന്നു. കുറെ കൂടെ ശക്തിപ്പെട്ടു. അപ്പോൾ തന്ത്രിമാരുമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ഫൈറ്റ് ചെയ്തു. അത് വേറെ കാര്യം. ഇപ്പോഴും എന്താണെന്ന് വെച്ചാൽ കൂടൽമാണിക്യം ക്ഷേത്രം ഒരു സ്വതന്ത്ര ക്ഷേത്രം, അതിന് പ്രത്യേക ബോർഡാണ്. കൂടൽമാണിക്യം, ഗുരുവായൂർ, അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കീഴിൽ ഒരു 12 ചെറിയ ക്ഷേത്രം കൂടിയുണ്ട് ആ ബോർഡിനൊക്കെ. പക്ഷെ കൂടൽമാണിക്യം സ്വതന്ത്രമായ ഒറ്റ ബോർഡാണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഗുരുവായൂർ ദേവസ്വം, കൂടൽമാണിക്യം, ഇങ്ങനെ ഉള്ള ക്ഷേത്രങ്ങൾ അവിടെ പ്രത്യേക ബോർഡുകൾ. അവിടെ റിക്രൂട്ട്മെൻറ്റ് ബോർഡെന്ന് പറഞ്ഞ എല്ലാ ദേവസ്വങ്ങളിലേക്കും അവിടെ പോസ്റ്റുകൾ പരസ്യപ്പെടുത്തി ടെസ്റ്റ് ഇൻ്റർവ്യൂ നടത്തി നിയമിക്കുന്ന അധികാരമുള്ളൊരു ബോർഡിലെ ഗവൺമെൻറ് രൂപീകരിച്ചതാണ് കുറച്ചു കാലമായി. അവരുടെ അപേക്ഷ ക്ഷണിച്ച് ഈ പറയുന്ന കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകക്കാരെ നിയമിക്കാൻ അവരെ അപേക്ഷ ക്ഷണിച്ച് ടെസ്റ്റ് നടത്തി ഇൻ്റർവ്യൂ ഒക്കെ നടത്തി ആളുകളുടെ ലിസ്റ്റിട്ട്
ചിലരെയൊക്കെ നിയമിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിയമിച്ചതിൽ ഈഴവ സമുദായം, പിന്നോക്ക സമുദായം, പ്രധാന ആകെ ജനസംഖ്യയുടെ 35% വരുന്ന ഈഴവ പിന്നോക്ക സമുദായം. ടോട്ടൽ കേരള പോപ്പുലേഷൻ 25% വരും. ഏറ്റവും വലിയ ജനം അവരാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒരാളെ നിയമിച്ച ഒരാളെയാണോ ഒന്നിലേറെയാണോ ഒരാളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടുത്തെ തന്ത്രിമാർ എതിർത്തു. അപ്പോൾ ഉത്സവം നടക്കുകയാണ്. അതൊരു ആ സമയം ഒരു കലാപത്തിന് പറ്റിയ സമയമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ അടുത്തുള്ള ഓഫീസ് ജോലിക്ക് ക്ലാസ് 4 നിയമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.